അപ്പോൾ SSLC റിസൾട്ട് വന്നു. നമുക്ക് പറയാനുള്ളത് കുട്ടികളോടല്ല, അതായത് വിദ്യാഭ്യാസ വകുപ്പിനോടും അതുപോലെ തന്നെ നമ്മുടെ വിദ്യാഭ്യാസ മന്ത്രിയോടാണ് പറയാനുള്ളത്. നിങ്ങളിങ്ങനെ വെറുതെ ആളുകളെ പാസ്സാക്കല്ല കേട്ടോ. നിങ്ങളുടെ വിദ്യാഭ്യാസ വകുപ്പ് നല്ല വകുപ്പാണെന്നും അറിയാനും അതുപോലെ തന്നെ ഇപ്പം നല്ല ഭരണമാണെന്നൊന്നും അറിയാൻ വേണ്ടിയിട്ട് ദയവീത് നിങ്ങൾ ഈ സമൂഹത്തോട് ഇങ്ങനെ ഉപദ്രവിക്കല്ല പ്ലീസ്. ഇവിടെ പിന്നെ നിങ്ങളിപ്പോൾ SLC പാസ്സാക്കി അടുത്ത ആൾ ഇപ്പോൾ +2 പോകില്ലേ? അപ്പോൾ +2 നിങ്ങൾ 99% വീണ്ടും വിജയിപ്പിച്ചു കൊടുക്കും. അപ്പോൾ അവൻ വീണ്ടും ഡിഗ്രിക്ക് പോകും. അങ്ങനെ കുറേ ഡിഗ്രി അതും ഇതൊക്കെ ഉള്ളതാണ്. അപ്പോൾ അവൻ അവിടെയും പാസ്സാവും. ഇത്തരം ആളുകളാണ് ഇപ്പോൾ വരുന്നത്. നമ്മളൊരു ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. അതായത് നമ്മളൊരു ജോബ് ഇൻ്റർവ്യൂ നടത്തി കഴിഞ്ഞാൽ ക്വാളിറ്റി ഇല്ലാത്ത ആളുകളാണ് ഈ ജോബ് ഇൻ്റർവ്യൂവിന് വരുന്നത്. BCom കഴിഞ്ഞ ആളുകളാണ്, +2 കഴിഞ്ഞ ആളുകളും 10ാം ക്ലാസ് കഴിഞ്ഞ ആ ഒരു പിന്നെ സർട്ടിഫിക്കറ്റിൻ്റെ എന്തില്ല ഒരു പിന്നെ ക്വാളിറ്റി അവിടെ കാണിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ നിങ്ങൾ ദയവീത് നിങ്ങളിങ്ങനെ പാസ്സാക്കല്ലേ പ്ലീസ്. അത് സമൂഹത്തിനോടുള്ളൊരു പിന്നെ ഉപദ്രവമാണ് നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ?